നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പന്ത് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ കോർട്ടിലാണ്. LDFിനായാലും UDFിനായാലും 2026 ശേഷമുള്ള തങ്ങളുടെ രാഷ്ട്രീയ സ്വപ്നങ്ങൾ പൂവണിയണമെങ്കിൽ മുസ്ലിം ലീഗ് കനിയണം. മുസ്ലിം ലീഗ് കനിയണമെന്ന് വെച്ചാൽ PK കുഞ്ഞാലിക്കുട്ടി കനിയണം എന്ന് തന്നെയാണ് അർത്ഥം. ഇപ്പോഴത്തെ ചില സർവേ റിപ്പോർട്ടുകൾ അനുസരിച്ച് UDF ആയാലും LDF ആയാലും വലിയ ഒരു ഭൂരിപക്ഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചേക്കില്ല. ചിലപ്പോൾ 1-2 സീറ്റിന് ഭൂരിപക്ഷം മാത്രമേ ഏത് മുന്നണിയായാലും ലഭിക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ലീഗിനെ ആശ്രയിക്കാതെ നിവൃത്തിയില്ല എന്ന അവസ്ഥ ഇരു മുന്നണികൾക്കും ഉണ്ടാകും. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൻ്റെ ബലത്തിലാണ് ഉമ്മൻചാണ്ടി അധികാരത്തിലേറിയത്. അന്ന് ലീഗായിരുന്നു യഥാർത്ഥത്തിൽ ആ മന്ത്രിസഭയെ നയിച്ചിരുന്നത്. തനിക്ക് മുഖ്യമന്ത്രി തൽക്കാലം ആകേണ്ട എന്ന് പിണറായി വിജയൻ മനസ്സിൽ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ് 2011 UDF സർക്കാർ നിലവിൽ വന്നതെന്നാണ് കേൾക്കുന്നത്. പിണറായി വിജയന് അന്ന് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അന്ന് മുഖ്യമന്ത്രിയാകാൻ തോന്നിയിരുന്നെങ്കിൽ ഒരുപക്ഷെ UDF മന്ത്രിസഭ വരില്ലായിരുന്നത്രേ. 2026 ശേഷമുള്ള, അല്ലെങ്കിൽ 2026 മെയ് മാസത്തിന് ശേഷം പുതിയ മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ നിയാമക ശക്തി മുസ്ലിം ലീഗ് തന്നെയായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, കോൺഗ്രസിന് അല്ലെങ്കിൽ UDFിനായാലും LDFിനായാലും വലിയ സീറ്റ് വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. 69-73 അല്ലെങ്കിൽ 69-72 ഏതാണ്ട് ആ ഒരു അവസ്ഥയിലേക്ക്, 2011 ആ ഒരു അവസ്ഥയിലേക്ക്, രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് 2026 തിരഞ്ഞെടുപ്പ് ഫലമെന്നാണ് ചില സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് രണ്ട് മുന്നണികൾക്കും വ്യക്തമായ ബോധ്യമുണ്ടെന്നാണ് നമ്മൾക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. UDFിനും LDFിനും ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. ഇനി ഒരു തൂക്ക് നിയമസഭ പോലെ BJP ഒരു 5-6 സീറ്റുകൾ നേടുന്ന അവസ്ഥയുണ്ടായാൽ, ഇപ്പോൾ BJPക്ക് 1-2 സീറ്റുകൾക്കപ്പുറം ആരും സർവേയിൽ പറയുന്നില്ല. തൃശ്ശൂർ, നേമം, ഈ 2 സീറ്റുകൾ മാത്രമേ BJPക്ക് ഉറപ്പായി ലഭിക്കുമെന്ന് സർവേ റിപ്പോർട്ടുകളിൽ പറയുന്നുള്ളൂ. എന്നാൽ ഒരു 5 സീറ്റ് നേടുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ഒരു തൂക്ക് നിയമസഭ വരും. അപ്പോഴും 20 സീറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ലീഗ് തന്നെയായിരിക്കും നിയാമക ശക്തി. അപ്പോൾ ലീഗ് ആരുടെ കൂടെ നിൽക്കും? PK കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം അറിയാവുന്നവരാരും മറിച്ചൊരു ചിന്തയ്ക്ക് നിൽക്കുകയില്ല. കാരണം മറ്റൊന്നുമല്ല, UDFിലെ പല നേതാക്കളുടെയും ചങ്കിടിപ്പിന് കാരണമാകുന്നത് ഈ ഒരു തൂക്ക് നിയമസഭ വരുമോ എന്നുള്ള ചോദ്യത്തിലാണ്. തൂക്ക് നിയമസഭ വന്നാൽ ഒരുപക്ഷെ ലീഗ് കളം മാറ്റി ചവിട്ടിയേൽക്കാം. UDFിൽ രമേശ് ചെന്നിത്തലയെ മാത്രമാണ് ലീഗിന് അല്പമെങ്കിലും താല്പര്യമുള്ളത്. VD സതീശനെ ആ കക്ഷിക്ക് താല്പര്യമേ ഇല്ല. അല്ലെങ്കിൽ പിന്നെ KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് വരണം. അത് ഉടനെയൊന്നും ഉണ്ടാകാൻ സാധ്യതയുമില്ല. മറ്റാരെയും ലീഗിന് താല്പര്യമില്ല. കാരണം ശശി തരൂരിനെ ഏതായാലും മുഖ്യമന്ത്രി ആക്കില്ലല്ലോ. ശശി തരൂരാണ് ലീഗിൻ്റെ ഒന്നാമത്തെ പ്രിഫറൻസ്. പക്ഷേ തരൂരിന് വരാത്തത് കൊണ്ട്, ഇനിയിപ്പോൾ തരൂർ മോഡിയുടെ ആളൊക്കെയായി മോഡിക്ക് വേണ്ടി സ്തുതി പാടി നടക്കുന്നതായതുകൊണ്ട് ലീഗിന് അദ്ദേഹത്തെ തൊടാനും വയ്യ. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലിനെയോ ലീഗ് പിന്തുണയ്ക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഈ പറയുന്ന പോലെ BJP 4-5 സീറ്റുകൾ നേടുകയും UDFിന് അതനുസരിച്ച് സീറ്റുകൾ കുറയുകയും അങ്ങനെ ഒരു തൂക്ക് നിയമസഭ വരികയാണെങ്കിൽ, തൂക്ക് നിയമസഭയ്ക്കുള്ള സാധ്യതയുണ്ട്, അതാരും തള്ളിക്കളയേണ്ടതില്ല എന്നാണ് സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റൊന്നുമില്ല, പന്ത് കുഞ്ഞാപ്പയുടെ കോർട്ടിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ പന്ത് അടിക്കുന്നത് മറ്റാരുമായിരിക്കില്ല, പിണറായി വിജയൻ തന്നെ ആയിരിക്കുമെന്നുള്ള സൂചനയാണ് ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്നത്. ഏതായാലും മുസ്ലിം ലീഗ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു നിയാമക ശക്തി തന്നെയായിരിക്കും. 2011 എങ്ങനെയാണോ ഉമ്മൻചാണ്ടിക്ക് സർക്കാർ ഉണ്ടാക്കാൻ ലീഗ് പിന്തുണ നൽകിയ, ലീഗ് സഹായിച്ചത്, ലീഗിൻ്റെ ഒരു വാചകമെന്ന് ഒന്ന് ലീഗ് സംശയിച്ചു നിന്നെങ്കിൽ അന്ന് ഉമ്മൻചാണ്ടിക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയില്ലായിരുന്നു. ലീഗും ഉമ്മൻചാണ്ടിക്ക് അത്ര വലിയ പിന്തുണയാണ് 2011 നൽകിയത്. ആ പിന്തുണയുടെ നന്ദി ഉമ്മൻചാണ്ടിക്ക് അവസാന കാലം വരെ പാണക്കാട് തങ്ങളോടും PK കുഞ്ഞാലിക്കുട്ടിയോടും ഉണ്ടായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ ലീഗ് എപ്പോഴും ഒരു രാഷ്ട്രീയ മര്യാദ കാണിക്കുന്ന പാർട്ടിയാണ്. ഒരിക്കലും അവർ പിന്നിൽ നിന്ന് ആരെയും കുത്തില്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ല. അതുകൊണ്ട് തന്നെ
മുസ്ലിം ലീഗ് UDF-നൊപ്പം നിൽക്കും, അല്ലെങ്കിൽ ഈ ഒരു തൂക്ക് മന്ത്രിസഭയുടെ അവസ്ഥ വന്നാൽ, തൂക്ക് നിയമസഭയുടെ അവസ്ഥ വന്നാൽ ലീഗ് UDF-നൊപ്പം തന്നെ അടിയുറച്ചു നിൽക്കും. പക്ഷേ മൂന്നാം തവണ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ലീഗ് പോകില്ല എന്നത് കാര്യം ഉറപ്പിക്കാം. ഇനി പ്രതിപക്ഷത്ത് ലീഗിനെ കാണില്ല നിങ്ങൾ, അത് ഒരു സംശയവും വേണ്ട. അത് അക്കാര്യത്തിൽ ലീഗ് തീരുമാനമെടുത്തു കഴിഞ്ഞു. കാരണം മൂന്നാം തവണയും പ്രതിപക്ഷത്ത് പോകാമെന്ന് പറഞ്ഞാൽ ആ പാർട്ടി പിരിച്ചുവിടുന്നത് തന്നെ തുല്യമാണ്. കാരണം അണികളാരും ആ പാർട്ടിയിലുണ്ടാകില്ല. നേതാക്കന്മാർ പറഞ്ഞാൽ അണികൾ കേൾക്കില്ല. ഭരണമുണ്ടെങ്കിലേ നേതാക്കൾ പറഞ്ഞാൽ അണികൾ കേൾക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ലീഗിലുള്ളത് കൊണ്ട് ഇനി ലീഗ് പ്രതിപക്ഷത്തുണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുടെ കോർട്ടിലാണ് ഈ പന്ത്. ലീഗ് ഇനി പ്രതിപക്ഷത്തുണ്ടാകുമെന്നുള്ള ചോദ്യത്തിന് ഇനി ഒരിക്കലും ലീഗ് പ്രതിപക്ഷത്തുണ്ടാകില്ല എന്ന കൃത്യമായ ഉത്തരമാണ് പാണക്കാട് നിന്നും ലീഗ് കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ PK കുഞ്ഞാലിക്കുട്ടി തീരുമാനിക്കും, പന്ത് കുഞ്ഞാപ്പയുടെ കോർട്ടിലാണ്.